ഇന്നെൻ്റെ ചുറ്റുപാത്രം ഇന്നെൻ്റെ ചോറ്റുപാത്രം എവിടെയെന്നല്ലേ, ഞാൻ പുറത്താണല്ലോ. ഞങ്ങൾ ഇന്നൊരു യാത്ര ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ശാന്തിഗിരിയിലൊന്ന് പോയി. ശാന്തിഗിരിയുടെ പോത്തങ്കോടുള്ള, ഞാൻ എന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പം യഥാർത്ഥത്തിൽ കൊതി നോക്കുന്നതെന്നൊക്കെ പറയാം. എനിക്ക് അവിടെ ഇറങ്ങണം, സദ്യ കഴിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, ഫുഡ് കഴിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞത് കൊണ്ട് നമ്മൾ ഇന്ന് എന്തായാലും അവിടെ ഇറങ്ങിയിട്ടുണ്ട് യാത്രകൾക്കിടയിൽ. അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ തന്നെ റാമ്പുണ്ട് അവിടെ, ഭയങ്കര നല്ല സ്വീകരണമായിരുന്നു. അകത്തൊക്കെ നമ്മളെ കൊണ്ടിരുത്തി അകത്ത് കയറി അവിടെ നമുക്ക് ഇലയൊക്കെ ഇട്ട് വന്നു. അപ്പോൾ തന്നെ നമ്മൾ കല്യാണ ഓണായി കേട്ടോ. ഈ സദ്യ വരുമ്പോൾ കല്യാണത്തിൻ്റെ ഒരു ഇതാണല്ലോ. അപ്പോൾ ഭയങ്കര സന്തോഷം നമ്മുടെ മനസ്സിലിങ്ങനെ നിറഞ്ഞു നിന്നു. അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുകയാണ് എന്നൊക്കെ അവിടെ നിൽക്കുന്ന പിള്ളേരടുത്ത് പറയാണ് കേട്ടോ. കുറേ പേര് ഇങ്ങനെ അകത്ത് നിൽപ്പുണ്ട്. എന്നിട്ട് അവിടെ പാട്ട് വെച്ചേക്കുന്നത് കൊണ്ട് നമുക്കെന്താ അവിടുന്ന് കോപ്പിറൈറ്റ് വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ നിന്നൊന്നും പറഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. ആദ്യം ശർക്കര വരട്ടി, നമ്മുടെ വട, പരിപ്പ് വട, കൊണ്ടാട്ടമുളക്, പഴം, ഞാലിപ്പൂവൻ പഴമാണേ. പിന്നെ നമ്മുടെ ചിപ്സ്, കായ ചിപ്സ്, നമ്മുടെ തിരുവനന്തപുരം സദ്യയുടെ സ്പെഷ്യൽ. തിരുവനന്തപുരം സദ്യ എങ്ങനെയാണ് അതാണ്. പക്ഷേ ഒരൈറ്റം ഉണ്ടായിരുന്നില്ല, ബാക്കിയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ തിരുവനന്തപുരം യാത്ര ചെയ്യുന്നവർ ശാന്തിഗിരി കയറി ഒരു പ്രാവശ്യം സദ്യ കഴിക്കണം. കാരണം എനിക്ക് ഈ ഒരു ആഗ്രഹം ഉദിച്ചത് ഞാൻ മുന്നേ ഒരു ദിവസം ഉണ്ണിമോളുടെ വീഡിയോ കണ്ടപ്പോഴാണ്. അവളിങ്ങനെ തിന്നുന്ന കണ്ടപ്പോൾ എനിക്ക് കൊതിയായിരുന്നു അന്നേ. ഇഞ്ചി, നാരങ്ങ, മാങ്ങ എന്നിവയാണ് വെക്കുന്നത്. അപ്പോൾ നമുക്ക് സദ്യകൾ വിളമ്പുന്നതിനും ചിട്ടവട്ടങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇഞ്ചി, നാരങ്ങയും മാങ്ങയും വയ്ക്കുകയാണ്. അപ്പോൾ ഞാൻ അങ്ങോട്ട് വീഡിയോ എടുക്കുകയാണ് കേട്ടോ. നമുക്ക് 3 പേർക്കും വിളമ്പുകയാണ്. അപ്പോൾ തൊട്ട് നോക്കുമ്പോൾ തന്നെ നല്ല രസമുള്ള മാങ്ങ, ചമ്മന്തി, സൂപ്പർ സ്പെഷ്യൽ ചമ്മന്തിയാണ് കേട്ടോ. നല്ല ചമ്മന്തി, എല്ലാത്തിൻ്റെയും നല്ലത്. ഇഞ്ചി, നാരങ്ങ, മാങ്ങയൊക്കെ കാക്കച്ചി ഇങ്ങനെ തൊട്ട് കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ പച്ചടി വന്നു, കിച്ചടി വന്നു, പച്ചടിയും കിച്ചടിയും. പിന്നെ നമുക്ക് വന്നത് മധുരപ്പച്ചടിയാണ്. പിന്നെ വന്നേക്കുന്ന കൂട്ടുകറിയാണ്. അങ്ങനെ പച്ചടി എല്ലാ ഇലകളിലും വിളമ്പണം. അപ്പോൾ ഒരാൾക്കും കൂടെ അവിടെ ഇരിക്കാൻ സീറ്റുണ്ട്. അപ്പോൾ നമ്മൾ 3 പേരല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ മധുരപ്പച്ചടി ഒക്കെ വയ്ക്കുകയാണ് കേട്ടോ. അല്ല, നമുക്ക് എത്ര വേണം എന്ന് വെച്ചാൽ അവർ തരും. അങ്ങനെയാണ് വയ്ക്കുന്നത് കേട്ടോ. കാളൻ വയ്ക്കുകയാണ്. അടുത്തത് കാളനാണ് വെച്ചത്. അത് കഴിഞ്ഞിട്ട് പുളിശ്ശേരി, രസം, മോര്, പുളിശ്ശേരി, രസം ഒക്കെ വയ്ക്കുകയാണ് കേട്ടോ. അവർക്ക് നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് അത്ര മൂല്യമുള്ള, നല്ല രുചിയുള്ള, നമ്മളൊരു സദ്യയ്ക്ക് പോയിരുന്ന് കഴിക്കുമ്പോൾ എന്ത് ഫീലാണോ കിട്ടുന്നത് ആ ഫീലുള്ള കൂട്ടാനുകളാണ്. അവിയലാണ് വിളമ്പുന്നത്. അവിയൽ, പിന്നെ ഓരോന്നോരോന്നായിട്ട് കാണിക്കാം. അപ്പോൾ സദ്യ കാണുമ്പോൾ നിങ്ങൾക്കൊക്കെ എനിക്ക് കമൻറ്റ് ചെയ്യണേ. തിരുവനന്തപുരം സദ്യയാണോ നല്ലത്, നമ്മുടെ ഈ ജില്ലയുടെ സദ്യയാണ് നല്ലതെന്ന് കൂടെ കാണിക്കണം കേട്ടോ. പറയുകയും വേണം, കമൻറ്റായി എഴുതുകയും വേണം. കാളനും ഓലനും ഒക്കെ വയ്ക്കുകയാണ് കേട്ടോ. എനിക്ക് തിരിഞ്ഞു പോകും പറയുമ്പോൾ. അപ്പോൾ പപ്പടവും വിളമ്പി. അപ്പോൾ ഇങ്ങനെ തൊട്ടുകൂട്ടാങ്ങൾ എല്ലാം വിളമ്പിയിട്ടുണ്ട്. ചോറിൻ്റെ നല്ല കുത്തരി ചോറ് തന്നെയാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഓണം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ കല്യാണം, നമ്മുടെ ഒരു നമുക്കൊരു നൊസ്റ്റാൾജിക്ക് ഓർമ്മ തരുന്നതാണ് കല്യാണ സദ്യ അല്ലെങ്കിൽ ഓണസദ്യ എന്നൊക്കെ പറയുന്നത്. അത് നമ്മളവിടെ പിടിച്ചിരുത്തും. പരിപ്പാണ് വിളമ്പുന്നത്. മഞ്ഞപ്പരിപ്പ്, നമ്മുടെ പച്ചപ്പരിപ്പല്ല, മഞ്ഞപ്പരിപ്പാണ്. പരിപ്പിൻ്റെ ആണ് കേട്ടോ, പച്ചക്കളറല്ല. പിന്നെ നെയ്യൊഴിച്ചു, പപ്പടവും തന്നു. ഇനി നമ്മൾ കൂട്ടി അടിക്കണം കേട്ടോ. അപ്പോൾ വളരെ വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സദ്യ. അപ്പോൾ സദ്യയെക്കുറിച്ച് പറയാം, അതിനോടൊപ്പം ഈ സന്തോഷത്തെക്കുറിച്ച് പറയാം. പിന്നെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്കുണ്ടാവുന്ന സൗകര്യത്തെക്കുറിച്ച്. പോത്തങ്കോട് ശാന്തിഗിരി ആശ്രമം, അല്ലെങ്കിൽ ആശ്രമങ്ങൾ, അല്ലെങ്കിൽ പ്രാർത്ഥനാലയങ്ങളൊക്കെ ഞാൻ എല്ലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമുക്ക് സമാധാനം നൽകുന്ന ഇടങ്ങളാണ് ആശ്രമം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇടങ്ങളെന്നൊക്കെ പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ, അപ്പം ഞാനിങ്ങനെ അവിടെ റാമ്പുണ്ടോ എന്ന് ഞാൻ വീഡിയോയിൽ ചോദിച്ചപ്പോൾ അവിടെ ആൾക്കാർ പറഞ്ഞു റാമ്പുണ്ട്, എല്ലാവിധ സൗകര്യവുമുണ്ട്, പോവാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ ആഗ്രഹം പറഞ്ഞുകൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് കുറേ ആയി. എനിക്ക് ശാന്തിഗിരി ആശ്രമത്തിൽ കയറി സദ്യ കഴിക്കണം എന്ന്.
അപ്പോൾ എല്ലാം എടുത്ത് നോക്കിയാണ്, ചമ്മന്തി എല്ലാം ഒക്കെ എടുത്ത് നോക്കിയാൽ ഭയങ്കര സൂപ്പർ നാരങ്ങ കറിയും ഇഞ്ചിക്കറിയാണെങ്കിലും മാങ്ങയാണെങ്കിലും എല്ലാം നല്ലതായിരുന്നു കേട്ടോ. അപ്പോൾ വളരെ നല്ലതാണ്. പറ്റുന്നവരെ പോയി പറ്റുമെങ്കിൽ കഴിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആ വഴി യാത്ര പോകുന്നവർ അല്ലെങ്കിൽ ശാന്തിഗിരി ആശ്രമം വിസിറ്റ് ചെയ്യാൻ പോകുന്നവർ ഒക്കെ നല്ലൊരു സദ്യ കഴിക്കുന്നത് നല്ലതായിരിക്കും. ഇഷ്ടംപോലെ കലോറിയാണ്, നമ്മളെ ക്യാബാണ് എല്ലാം കൂടെ വലിച്ച് ഇങ്ങനെ കയറ്റുന്നതെന്നൊക്കെ വിചാരിച്ചിരിക്കുക. വല്ലപ്പോഴും കൂടി ഒരെണ്ണം. അപ്പോൾ നമ്മളിങ്ങനെ കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർ വന്ന് എന്ത് വേണം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ല സപ്പോർട്ട് തരുന്നൊരിടം. അപ്പോൾ ഡിസബിലിറ്റി ഉള്ള ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അവർക്ക് വളരെ സപ്പോർട്ട് കിട്ടും. ഭയങ്കര അവർ ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ ആ സാമ്പാർ പൊളിയായിരുന്നു കേട്ടോ. സാമ്പാർ ഒഴിച്ചപ്പോഴാണ് ഞാനത് ഓർമ്മിക്കുന്നത്. വളരെ നല്ല സാമ്പാറായിരുന്നു, നല്ല ടേസ്റ്റി സാമ്പാറായിരുന്നു. തോരനും അവിയലും എല്ലാം ഒന്നിനൊന്നും മെച്ചം തന്നെ എന്ന് പറയാം. ഒന്നും നമുക്കതൊരു ഫോൾട്ട് പറയാനില്ല. പിന്നെ വടയ്ക്ക് എന്തോ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടെന്ന് ചേച്ചി പറഞ്ഞു. ഞാൻ വട കഴിച്ചില്ലായിരുന്നു എന്ന് പറഞ്ഞു. അല്ലാതെ വേറെ എല്ലാം കൊള്ളായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇത് മിസ് ചെയ്യരുത്. ഇത് നിങ്ങൾ പോയി നിങ്ങൾ ആസ്വദിച്ച് വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളൊക്കെ സന്തോഷം വരുമ്പോൾ, നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ സന്തോഷം വരുമ്പോൾ, നിങ്ങൾക്ക് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്കൊക്കെ സങ്കടം വരുമ്പോൾ, സന്തോഷം വരുമ്പോൾ നമ്മൾ ആടും പാടും ചിരിക്കും കളിക്കും അല്ലേ? സങ്കടം വരുമ്പോൾ ഒരുപാട് ആഹാരം കഴിക്കാൻ തോന്നുന്നു. എനിക്കങ്ങനെ തോന്നും കേട്ടോ. സങ്കടമെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിലൊരു ടെൻഷൻ, നമ്മളെ കൊല്ലുന്ന ടെൻഷൻ അല്ല കേട്ടോ, വേറെ ഏതെങ്കിലും ഒരു ടെൻഷൻ വന്നാൽ എനിക്ക് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. അപ്പോൾ നമ്മുടെ വെയിറ്റ് കൂടുന്നത് നമുക്കിങ്ങനെ നമ്മളിൽ തന്നെ നമ്മുടെ ഒരു ഹോർമോണിൻ്റെ വ്യത്യാസം കൊണ്ട് നമ്മുടെ ടെൻഷൻ കൂടുമ്പോൾ നമുക്കുണ്ടാകുന്ന വെയിറ്റ് കൂടലുണ്ട്. നമ്മുടെ ശരീരത്തിന് വെയിറ്റ് ഇങ്ങനെ കൂടി വരുന്നത്. അപ്പോൾ അത് ടെൻഷൻ കൂടുമ്പോൾ നിങ്ങളൊക്കെ എങ്ങനെയാണ് ആഹാരം കഴിക്കുന്നതെന്ന് പറയണം. പിന്നൊരു കാര്യം പറയാം, ഫേസ്ബുക്കിൽ മത്സരം നടക്കുന്നുണ്ട്, ഷെയർ ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തിട്ട് അത് സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻ്റായിട്ടിടണം. ഒരിക്കലും ഈ വീഡിയോ ഓപ്പൺ ചെയ്ത് സ്ക്രീൻഷോട്ടല്ല, നിങ്ങളുടെ ഫേസ്ബുക്കിലോട്ട് ഷെയർ ചെയ്തിട്ട് അത് എടുത്ത് സ്ക്രീൻഷോട്ട് ഈ വീഡിയോയ്ക്ക് കമൻ്റായി ഇടുകയും, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നതിൻ്റെ ഇന്നത്തെ വിഷയത്തിന് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലൊരു കമൻറ്റ്, 2 വരി ആയിക്കോട്ടെ, 4 വരി ആയിക്കോട്ടെ, 10 വരി ആയിക്കോട്ടെ, നിങ്ങൾക്ക് തോന്നുന്നത് എഴുതണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഏതെങ്കിലും തരത്തിൽ പുറത്തു പോകാൻ പറ്റാത്ത മനുഷ്യരുണ്ടോ? നമ്മളെ ഒരു ദിവസമെങ്കിലും നമ്മുടെ വീട്ടിൽ പുറത്തു പോകാൻ പറ്റാത്ത മനുഷ്യരായിട്ട് യാത്ര പോയി അവർക്ക് സന്തോഷം കൊടുക്കണം. നമുക്ക് ഭൂമിയിൽ എന്നും കഷ്ടപ്പാടും വിഷമങ്ങളും ആയിരിക്കും, എന്നും ബുദ്ധിമുട്ടുകളുണ്ടായിരിക്കും. അപ്പോൾ അതൊന്നും തീരൂല. ഇപ്പോൾ ഞാൻ തന്നെ പുറത്ത് പോയി യാത്ര ചെയ്യുമ്പോൾ ചിലരൊക്കെ ഇങ്ങനെ എന്നോടല്ലെങ്കിലും ചോദിക്കുന്നു, ഭയങ്കര ബുദ്ധിമുട്ട് തീരെ പറയാറുണ്ടെങ്കിലും തീരേക്ക് യാത്ര പോകുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് യാത്ര പോകുന്നതിന് കുഴപ്പമില്ല, ഇത് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് പറയാനുള്ള, ഭൂമിയിൽ ഒരു ജീവിതമേ ഉള്ളൂ. ആ ജീവിതം നമ്മൾ ഒരു ദിവസമെങ്കിലും നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കണം. എപ്പോഴാണ് നമുക്ക് തിരിച്ചു പോകേണ്ടി വരുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. നമ്മളിപ്പോൾ എന്തെല്ലാം തരത്തിലുള്ള വാർത്തകൾ കാണുന്നു. ഓരോ നിമിഷവും നമ്മളിങ്ങനെ നമ്മുടെ ദിവസങ്ങളിങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ മണിക്കൂറും, ഓരോ മിനിറ്റും, ഓരോ നിമിഷവും നമ്മുടെ ദിവസം തീർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഉള്ള ദിവസം സന്തോഷമായിട്ടിരിക്കുക. പിന്നെ നമുക്ക് ഏതെങ്കിലും തരത്തിൽ അസുഖങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എൻജോയ് ചെയ്യാനോ ഒന്നിനും പറ്റത്തില്ല. എനിക്കറിയാം, ഞാൻ കടന്നുപോയ വഴികളാണ് അതെല്ലാം. അതുകൊണ്ട് തന്നെ എനിക്കത് നന്നായിട്ട് മനസ്സിലാവുകയും ചെയ്യും. ഈ വീഡിയോയുടെ കൂടെ കുറച്ച് വീഡിയോയും കൂടെ ഞാൻ അവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ പിന്നെ ഇടാം. ഇപ്പോൾ ഈ ചോറ്റുപാത്രം വീഡിയോ ഇടുന്നത് നിങ്ങളെ കാണിക്കാനാണ്, നിങ്ങളോട് ഞങ്ങളുടെ സന്തോഷം പറയാനാണ്. അപ്പോൾ കാക്കച്ചി എന്ന് പറഞ്ഞാൽ കാക്കച്ചി ആ ഇല ഫില്ലാക്കി. അല്ലെങ്കിൽ തന്നെ ആഹാരം വേസ്റ്റ് ചെയ്യരുതെന്ന് നമ്മളെ നന്നായിട്ട് പഠിപ്പിച്ചത് കാക്കച്ചിയാണ്. സത്യം പറയാമല്ലോ, നമുക്കൊന്നും അറിയില്ലായിരുന്നു എന്ന് വേണം പറയാൻ. നമ്മളൊക്കെ കളയുമായിരുന്നു കേട്ടോ ആഹാരം. നല്ല അടപ്പായസമായിരുന്നു, അരിപ്പായസം ഉണ്ടായിരുന്നു, ബോളിയില്ലായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് നമുക്ക് തിരുവനന്തപുരം സദ്യയിലെ മിസ്സായത് ബോളി ഇല്ലായിരുന്നു എന്നുള്ളതാണ് കേട്ടോ. ബാക്കി എല്ലാം ഉണ്ടായിരുന്നു, വളരെ ടേസ്റ്റി ആയിരുന്നു. 180 രൂപയ്ക്ക് ഒരു സദ്യ, അതാണ് കേട്ടോ. അപ്പോൾ അത് ഒട്ടും അതൊരു കുറവല്ല, കൂടുതലല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്.
പറ്റുമെങ്കിൽ ഒരു കുടുംബം ഒരുമിച്ചിരുന്ന് വല്ലപ്പോഴും കൂടിയൊക്കെ ഇതുപോലെ പുറത്ത് പോയി കഴിക്കണം. നമ്മളിപ്പോൾ നമ്മൾ അച്ചാർ വയ്ക്കുമ്പോൾ പലരും പറയും അതെന്താ വീട്ടിലുണ്ടാക്കി കൂടെ, ഈ അച്ചാർ ഇത്രയും രൂപ കൊടുത്ത് വാങ്ങണമെന്നൊക്കെ. ഇവിടെ ഓരോ ബിസിനസ്സും വളരുന്നത് എല്ലാവരും, സാധാരണക്കാരനും പൈസയുള്ളവനും പൈസ ഇല്ലാത്തവനും എല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് ഇവിടെ ബിസിനസ്സുകൾ വളരുന്നത്, അല്ലേ? അപ്പോൾ നമ്മുടെ മനസ്സിനും ഒരു സന്തോഷം, സന്തോഷമില്ലാതെ ജീവിച്ചിട്ട് എന്ത് കാര്യം? എപ്പോഴും ഇങ്ങനെ ആലോചിച്ച് മുരുകിയും നീറിയും ഒക്കെ ജീവിച്ചിട്ട് എന്തോന്ന് കാര്യം? അപ്പോൾ ഞാൻ പായസവും കൂടെയൊക്കെ പഴവും കൂടെയൊക്കെ ഉടച്ച് ഞാൻ കഴിക്കുകയാണ് കേട്ടോ. ഷുഗറൊക്കെ മാറി നിൽക്കും. ഇവിടുത്തെ പായസമൊക്കെ അത്ര സൂപ്പറാണ്. ഒരു പ്രാവശ്യം പോയിട്ട് ഒരു പ്രാവശ്യം കൂടി പോയാൽ കൊള്ളാമായിരുന്നു എന്ന് തോന്നുന്നു. അത്രയും നല്ല ടേസ്റ്റിയായ സദ്യ തന്നെയാണ് അവിടുത്തെ സദ്യ. ഞാനങ്ങനെ കല്യാണ സദ്യകളിലൊന്നും അങ്ങനെ പോയി കഴിക്കാത്തത് കൊണ്ട് തന്നെ എനിക്ക് ഓരോ നിമിഷവും വളരെ മൂല്യമുള്ളതാണ്. എനിക്ക് വരും കാലത്ത് എനിക്ക് പുറത്ത് പോവാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാനോ പറ്റിയില്ലെങ്കിലും ഈ നല്ല കാര്യങ്ങൾ തന്നെ ഓർമ്മിച്ചെടുക്കാൻ എനിക്കുണ്ട്. അത്രയും പറ്റുന്ന രീതിയിൽ നമ്മുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്, യാത്ര പോയിട്ടുണ്ട്, കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം എനിക്ക് നല്ല നല്ല ഓർമ്മകൾ തന്നെ സമ്മാനിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇങ്ങനെ പോയി സന്തോഷപൂർവ്വം കഴിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലിനി കൊണ്ടാട്ടമുളകുണ്ട്, ചിപ്സുണ്ട്, ചമ്മന്തി ബാക്കിയുണ്ട്, അവിയലുണ്ട്, മധുരപ്പച്ചടി ഇച്ചിരി ബാക്കിയുണ്ട്, കാളനുണ്ട്. അപ്പോൾ ഇത്രയും സംഭവം എൻ്റെ കയ്യിൽ ബാക്കിയുണ്ട് കേട്ടോ. ബാക്കി എനിക്ക് ഇത്രയൊക്കെ പറ്റുന്നുള്ളൂ. അപ്പോൾ എൻ്റെ കാലിബർ ഉള്ളിലായിട്ടുണ്ട്, പുറത്തായിട്ടുണ്ടെന്ന് വേണം പറയാൻ. അപ്പോൾ ഞാൻ ചേച്ചിയുടെ നിന്ന് നാരങ്ങക്കറിയും ഇഞ്ചിക്കറിയും ഒക്കെ വാങ്ങിക്കണം. അവളോട് ഞാൻ പറഞ്ഞു കൊള്ളാവോ എന്നൊക്കെ പറയാൻ. അപ്പോൾ അവൾ പറഞ്ഞു കൊള്ളാം എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ രണ്ടുപേരും ഇങ്ങനെ ആസ്വദിച്ച് തന്നെ കഴിക്കണം. അപ്പോൾ അവൾക്ക് ചോറ് വാങ്ങിച്ചപ്പോൾ കുറച്ച് ചോറ് അതിൽ കുറച്ച് ബാക്കി വന്നു. അത് അവൾ മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ രണ്ടാമത് ചോറ് വാങ്ങിച്ചില്ല. എനിക്ക് വയറൊക്കെ നല്ല ഫുള്ളായി, കാരണം കറികളൊക്കെ ഒരുപാടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഒരുപാടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ എനിക്കത് ഫുള്ളായി. എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി. ഈ സന്തോഷത്തിന് നിങ്ങളോടൊപ്പം ഞാൻ നിൽക്കുന്നു. നിങ്ങളിത് ഇതേപോലെയൊക്കെ ചെയ്യണം. നിങ്ങൾക്ക് ടെൻഷൻ വരുമ്പോൾ നിങ്ങൾ ആഹാരം ഇഷ്ടം പോലെ കഴിക്കുമില്ലേ എന്ന് പറയണം. വീഡിയോ ഷെയർ ചെയ്ത് തരണം, വീഡിയോ കാണണം, കണ്ട് സപ്പോർട്ട് ചെയ്യണം. സന്തോഷങ്ങളിലെല്ലാം ഒപ്പം നിൽക്കണം കേട്ടോ. നൈമിത്ര യൂട്യൂബിലെ ഒരുപാട് വ്യത്യസ്തമായ വീഡിയോകളുമായിട്ട് ഞങ്ങൾ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാക്കച്ചി ഇതേ ഇവിടെ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇല ഫില്ലാണ്. ഇതേ നോക്ക്, അവസാനം കുറച്ച് ചോറ് വാങ്ങി പുളിശ്ശേരി ഒഴിച്ച് കഴിക്കുകയാണ് കേട്ടോ. ഭയങ്കര ആസ്വദിച്ച് തന്നെയാണ് കാക്കച്ചി. മുളകും അവസാനം വരെ കൊണ്ടാട്ട മുളകും കഴിച്ചു. പൊളിയെന്നൊക്കെ പറഞ്ഞ് ശർക്കര വരട്ടിയും പുളിശ്ശേരിയും കൂടി ചേർത്താണ് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ വളരെ സന്തോഷമുള്ള ഈ ഒരു ദിവസത്തെ ഞാൻ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു. നമ്മൾ പെട്ടെന്ന് പോയ കാര്യം പെട്ടെന്ന് സാധിച്ചു. നമ്മൾ തിരിച്ച് ആശ്രമത്തിലെ ഫെസ്റ്റ് നടക്കുന്നുണ്ട്, കയറണമെന്ന് വിചാരിച്ചു. ഫെസ്റ്റിൻ്റെ കാര്യം ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ഇനി ഒരു വീഡിയോയും കൂടി ഇതിനോടൊപ്പം വരുന്നുണ്ട്. ആ വീഡിയോയിൽ ഞാൻ ഫെസ്റ്റിൻ്റെ കാര്യമൊക്കെ പറയാം. വ്യത്യസ്തമായ പുതിയ പുതിയ വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഞങ്ങളുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള വീഡിയോകളെല്ലാം അപ്ലോഡ് ചെയ്യാം. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. നല്ല നല്ല സപ്പോർട്ട് തന്ന ഈ വെയിറ്റേഴ്സിന് അല്ലെങ്കിൽ സപ്ലൈ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഒരുപാട് നന്ദി. എനിക്ക് കൈ കഴുകാനൊക്കെ അവർ പാത്രമൊക്കെ എടുത്ത് വെച്ച് തന്നു. അങ്ങനെയൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ ഫില്ലാക്കിയ കക്കച്ചിയുടെ പ്ലേറ്റൊക്കെ കാണിക്കണം കേട്ടോ. നമ്മളെങ്ങനെ കാണിക്കേണ്ടത്, നമുക്ക് ഫില്ലല്ലല്ലോ. ചേച്ചി അത് മടക്കി കഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് ബില്ല്.